സം ഓഫ് ദ സീരീസ് അഥവാ ശ്രേണികളുടെ തുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം നമുക്ക് പഠിക്കാം. n×n+1/2. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായി ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ത് എന്നുള്ളതാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n×n+1/2 എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. അപ്പോൾ 10 × 10 + 1 11, 10 × 11/2 ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെട്ടിപ്പോകുമ്പോൾ 5 × 15 എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 55. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? അപ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. n×n+1/2. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 100. അപ്പോൾ 100 × 101/2 ആണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. 50 അല്ലെങ്കിൽ 5050 എന്നുള്ളതാണ് ഉത്തരം. ഇനി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെയൊക്കെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. ഇനി 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 5050. അതേപോലെ 1 മുതൽ 1000 വരെയുള്ള ശ്രേണികളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 500. ഇനി 1 മുതൽ 10,000 വരെയുള്ള നമ്പേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത് 5000. നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. 55 50 50, 500 5000. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമല്ലേ ഇത്? എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1 മുതൽ 40 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. n×n+1/2. n എന്ന് പറയുന്നത് 40 ആണ്. 40 × 41/2. നമ്മളിങ്ങനെ വെട്ടിപ്പോവുമല്ലോ. അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചിലർക്ക് ബേസിക് മാത്സ് അറിയണ്ടാവില്ല, അവർക്കുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 820 ആണ്. അപ്പോൾ അതാണ് ഉത്തരം. ബേസിക് മാത്സ് അറിയാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വേറെ സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യാമേ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 51 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയും 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത് കുറേ തവണ നമ്മളിങ്ങനെ കണക്കുകൾ ചെയ്യുമ്പോൾ താനേ നമ്മൾ പഠിച്ചു വെച്ചോളും. അപ്പോൾ 100 × 101/2, അതല്ലാതെ തന്നെ നമുക്കറിയാം 50 ആണ് എന്നുള്ളത്. ഇനി 1 മുതൽ 50 വരെ ഉള്ളത് എന്ന് പറയുമ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം, കാരണം അതല്ലാതെ നമ്മൾ അറിയില്ല. 50 × 51/2 ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 1275 ആണ്. ഇനി നിങ്ങൾക്ക് അത്ര സംശയമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കണക്ക് ചെയ്ത് നോക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷനൊക്കെ സ്പീഡിൽ ചെയ്യാനുള്ള ട്രിക്കുകളൊക്കെ ഉണ്ട്, അതും ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1275 ആണ്. ഇപ്പോൾ കണ്ടുപിടിച്ച ഉത്തരവും നേരത്തെ കണ്ടുപിടിച്ച ഉത്തരവും തമ്മിൽ മൈനസ് ചെയ്യുക. അതായത് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയും 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്.